കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും സെലക്റ്റഡ് ആയിട്ട് വരുന്ന 56 കുട്ടികളാണ് അണ്ടർ 17 ഓപ്പൺ ആൻഡ് ഗേൾസ് വിഭാഗങ്ങളിൽ മത്സരിക്കുന്നത്. സംസ്ഥാനതല ചെസ് ടൂർണമെൻ്റാണ് ഈ മാസം 15-16 തീയതികളിൽ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വുമൻസ് കോളേജിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ ഷാജർ ഖാനാണ്. അതോടൊപ്പം തന്നെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് പുതുതായി കണ്ണൂർ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഖിൽ സാറാണ്. ഏകദേശം 6 റൗണ്ടുകളിലായി 56 കുട്ടികൾ പങ്കെടുക്കുന്ന 2 ദിവസത്തെ ടൂർണമെൻ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ മുഖ്യ സ്പോൺസർമാരായിട്ട് വരുന്നത് HRC ഹാപ്പിനെസ് റിജുവിനേഷൻ സെൻറ്റർ എന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അവരുടെ സ്പോൺസർഷിപ്പോടു കൂടി തന്നെ സ്പോൺസർമാരായിട്ട് കണ്ണൂർ ഡയറി, അതുപോലെ തന്നെ SBI കണ്ണൂർ ബ്രാഞ്ച് കൂടി നമ്മളോട് സഹകരിക്കുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ പ്രിയൻ സാറാണ് പങ്കെടുക്കുന്നത്. സമ്മാന വിതരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് സെലക്റ്റഡ് ആകുന്ന കുട്ടികൾ 2 കുട്ടികൾക്ക് നാഷണലിലേക്ക് കളിക്കുന്നതിനുള്ള സാഹചര്യമുണ്ടാവും. അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി നടക്കുന്ന ഈ ടൂർണമെൻറ്റിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന ഓരോ കുട്ടികൾക്കും തുടർ പഠനത്തിനും അതുപോലെ തന്നെ ജോലി സമ്പാദനത്തിനൊക്കെ ഉപകരിക്കുന്ന വാല്യബിളായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. HRC നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് കൾച്ചർ, സൊസൈറ്റിയിൽ ഒരു ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് കൾച്ചർ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇന്ത്യയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരുന്ന സെൻറ്ററുകളാണ് HRC എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ സെൻറ്റർ വരാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. പേരാവൂരാണ് ആദ്യത്തെ സെൻറ്റർ വരാൻ പോകുന്നത്. അതായത് മെൻ്റലി ഫിസിക്കലി അപ്ലിഫ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സൊസൈറ്റിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ സ്റ്റേറ്റ് ലെവൽ അണ്ടർ 17 ചെസ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമ്മൾ അഭിമാനിക്കുന്നു. കാരണം മെൻ്റലി ഫിറ്റായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവൻ്റെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിൽ നമുക്കൊരു ആത്മധൈര്യം അല്ലെങ്കിൽ കറേജ് ചെസ്സിലൂടെ മെയിനായിട്ട് ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ചെസ് എന്ന് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ഒരു വ്യാഖ്യാനത്തിൽ നമുക്ക് ചെസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മെൻ്റലി നമുക്കൊരു കറേജ് ഉണ്ടാവും എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഹെൽത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവും എന്നുള്ളതാണ്. തേർഡ് വൺ എനർജി തരത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളതാണ്. ഈ എനർജിയും ഹെൽത്തും കറേജും അല്ലെങ്കിൽ കോൺഫിഡൻസും കിട്ടുന്ന തരത്തിൽ സൈലൻ്റായിട്ടുള്ള ഒരു പ്രക്രിയ സക്സീഡാണ് ചെസ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ചെസ്സിൻ്റെ ഭാഗമാകാൻ HRCക്ക് കഴിഞ്ഞതിൽ നമ്മൾ അഭിമാനിക്കുന്നു. M ഷാജർ ഖാനാണ്. അതെ, M ഷാജർ, സോറി, M ഷാജർ എന്നാണ്. അത് പിന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല എനിക്ക്.